الرحمن الرحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الفصل الثامن എട്ടാമത്തെ ഫസ്ൽ അതായത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ നേരായ മാർഗത്തിലേക്ക് അത് ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ ചേർക്കണമേ. അതായത് സിറാത്തുല്ലദീന ഒരുത്തരുടെ മാർഗം, അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, ഗൈറുൽ മഗ്ലൂബി അലൈഹിം നീ അവരുടെ മേൽ ദേഷ്യപ്പെട്ടിട്ടില്ല അങ്ങനത്തെ, വലദ്ദാലിൻ വഴിപിഴച്ചവരുമല്ല. അപ്പം വഴിപിഴച്ചവരും ദേഷ്യപ്പെട്ടവരുമല്ലാത്ത, നീ കോപിച്ചവരുമല്ലാത്ത, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ എന്നാണ് അർത്ഥം. അപ്പോൾ അതിലാണ് അൽ ഫസ്ലു സാമിൻ എട്ടാമത്തെ ഫസ്ലായിട്ട് ഫി തഫ്സീരി ഖൗലിഹി സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നതിൻ്റെ വ്യാഖ്യാനമാണ്. വഫീഹി ഫവായിദു ഈ പറഞ്ഞതിൽ ചില ഫായിദകളുണ്ട്. അൽ ഫായിദത്തുൽ ഊല ഒന്നാമത്തെ ഫായിദ എന്താ? ഫി ഹദ്ദിൻ നിഅമതി നിഅമത്തിൻ്റെ നിർവചനം പറയണം. നിർവചനം എന്താണ്? നിഅമത്ത് എന്ന് വെച്ചാൽ എന്താണ്? വഖദ് ഇഖ്തുലിഫ ഫീഹി അതിൽ എതിരഭിപ്രായമുണ്ട്. ഫമിൻഹും മൻ ഖാല അവരിലുണ്ട് പറഞ്ഞവർ ഇന്നഹ ഇബാറത്തുൻ അനിൽ മൻഫഅത്തി അതൊരു ഉപകാരത്തെ പറ്റി പറയപ്പെടുന്നതാണ്. അൽ മഫ്ഊലത്തി പ്രവർത്തിക്കപ്പെടുന്നതായ ഉപകാരം. അലാ ജിഹത്തിൽ ഇഹ്സാൻ ഇലൽ ഗൈരി മറ്റുള്ളവരിലേക്ക് ഗുണം ചെയ്യുക, നന്മ ചെയ്യുക എന്ന ഭാഗത്തിൻ്റെ മേൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു ഉപകാരമാണ്. വമിൻഹും അവരിൽപ്പെട്ടവരാണ് മൻ ഖാല പറഞ്ഞവരുണ്ട് അൽ മൻഫഅത്തുൽ ഹസനത്തുൽ മഫ്ഊലത്തു അലാ ജിഹത്തിൽ ഇഹ്സാൻ ഇലൽ ഗൈരി അവിടെ ഹസനത്ത് കൂട്ടിക്കൊടുക്കും, നല്ല ഉപകാരം. അൽ മഫ്ഊലത്തു അത് പ്രവർത്തിക്കപ്പെടുന്ന നല്ല ഉപകാരം. അലാ ജിഹത്തിൽ ഇഹ്സാൻ ഇലൽ ഗൈരി മറ്റൊരാളിലേക്ക് ഗുണം ചെയ്യുക എന്ന ഭാഗത്തിൻ്റെ മേൽ പ്രവർത്തിക്കപ്പെടുന്ന നന്മ നല്ല ഉപകാരത്തിനാണ് എന്ത് പറയുക? നിഅമത്ത് എന്ന് പറയുക. വഖാലു ഖാലൂർ പറഞ്ഞു വൈന്നമാ സിദ്ന ഹാദൽ ഖൈദ നാം ഈ ഹസനത്ത് എന്ന ഖൈദിനെ വർദ്ധിപ്പിച്ചത് കാരണം ലിഅന്ന നിഅമത്ത് എന്നുള്ള യുസ്തഹഖു ബിഹ ശുക്രു അത് ശുക്രിനെ ബന്ധിക്കും. ഒരാൾക്ക് നിഅമത്ത് ചെയ്യുമ്പോൾ അതിന് നന്ദി ചെയ്യൽ, അനുഗ്രഹം ചെയ്യുമ്പോൾ അതിന് നന്ദി ബന്ധിക്കപ്പെടും. വൈദാ കാനത്ത് കബീഹത്തൻ അപ്പോൾ അത് കബീഹാകുമ്പോൾ ലാ യുസ്തഹഖു ബിഹ ശുക്രു അതിനോട് ശുക്ർ ബന്ധിക്കൂലല്ലോ. മോശമായതാണെങ്കുമ്പോൾ അപ്പം നല്ല ഉപകാരമായിരിക്കണം. മോശമായ ഉപകാരം മോശമായതായാൽ അതിന് നന്ദി ബന്ധിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് നാം അവിടെ അൽ മൻഫഅത്തുൽ ഹസനത്തു എന്നും കൂടി കൂട്ടിക്കൊടുത്തത്. വൽ ഹഖു ഹക്കായ അഭിപ്രായം അന്ന ഹാദൽ ഖൈദ ഗൈറു മുഅ്തബരിൻ ഈ ഖൈദിനെ പരിഗണിക്കപ്പെടാത്തതാണ്. ലിഅന്നഹു കാരണം യജൂസു അനുവദനീയമാണ് യുസ്തഹഖ ശുക്രു ബിൽ ഇഹ്സാൻ ശുക്ർ ബന്ധിക്കൽ അനുവദനീയമാണല്ലോ. ബിൽ ഇഹ്സാനി നന്മ കൊണ്ടിട്ട്. വൈൻകാന ഫീലുഹു മഅ്ലൂറൻ വൈൻകാന ഫീലു അതിനെ പ്രവർത്തിക്കൽ മഹ്ലൂറൻ വിലങ്ങപ്പെട്ടതാണെങ്കിലും നന്മ ചെയ്യൽ കൊണ്ട് ശുക്ർ ബന്ധിക്കപ്പെടൽ അനുവദനീയമാണല്ലോ എന്ന്. കാരണം ജഅന്ന ജിഹത്തൽ ഇസ്തിഹ്ഖാഖി ശുക്രി ശുക്രിന് അവകാശിയാവുക എന്നുള്ള ഭാഗം ശുക്രിനെ ബന്ധിക്കുക എന്നുള്ള ജിഹത്താകുന്നത് ഗൈറു ജിഹത്തിൽ ദംബി വൽ ഇഖാബി അത് ശിക്ഷയുടെയും ദോഷത്തിൻ്റെയും ഭാഗമല്ലാത്തതാണ്. അപ്പോൾ അപ്പോൾ എന്തൊരു തടസ്സമാണ് അത് രണ്ടും ഒരുമിച്ച് കൂടുന്നതിലുള്ള തടസ്സം എന്താണ്? അല്ലാതെ നീ കാണുന്നില്ല അന്നൽ ഫാസിഖ ഒരു ഫാസിഖ് ദുർനടപ്പുകാരൻ യസ്തഹിക്കു അവൻ ബന്ധിക്കും ബിൻ ആമിഹി അവൻ്റെ ഇൻആമ് കൊണ്ട് ശുക്രിനെ ബന്ധിക്കാറുണ്ടല്ലോ. അവൻ അനുഗ്രഹം ചെയ്യൽ കൊണ്ട് അവനും ശുക്രിനെ ബന്ധിക്കും. വദമ്മ ദമ്മിനെ അവൻ ബന്ധിക്കുമല്ലോ. ബി മാസ്യത്തില്ല അള്ളാഹുവിനോട് എതിര് ചെയ്യൽ കൊണ്ട് അവൻ ദമ്പിനെയും ബന്ധിക്കാറുണ്ടല്ലോ. അപ്പോൾ ഫലിമലാ യജൂസു അപ്പോൾ എന്തുകൊണ്ട് കാര്യമാകൽ ഇവിടെയും അപ്രകാരമാകൽ ജായിസായില്ല? അതെന്താന്ന് വെച്ചാൽ മനസ്സിലായത്? ഇനി അലാത്തറ നീ കാണുന്നില്ല അന്നൽ ഫാസിഖാകുന്ന യസ്തഹിക്കു അവൻ ബന്ധിക്കും
ബിൻ ആമി അവൻ്റെ ഇൻആമിൻ്റെ കാരണം കൊണ്ട് ബന്ധിക്കും. അതോടെ കഴിഞ്ഞില്ലേ. വൽ നർജു നമുക്ക് മടങ്ങാം ഇല തഫ്സീരിൽ ഹദ്ദിൽ മദ്കൂരി പറയപ്പെട്ടതായ ആ നിർവചനത്തിലേക്ക് നമുക്ക് മടങ്ങാം. ഫനഖൂല് നാം പറയുന്നു അമ്മ ഖൗലുന അപ്പോൾ നമ്മുടെ കൗലുണ്ടൽ മംഫാത്ത് ഉപകാരം എന്ന് പറഞ്ഞല്ലോ ആ കൗല് അത് ഫലി അന്നൽ മലറത്തൽ മഹള തനിച്ചതായ ഉപദ്രവം ദാ തക്കൂനു നിയമത്തൻ അത് ഉപകാരം അത് അനുഗ്രഹമാകൂല. അപ്പോൾ അനുഗ്രഹം എന്നുള്ളതിന് എന്താ പറയുക ഉപകാരമായിരിക്കണം, അല്ല ഉപദ്രവത്തിന് അനുഗ്രഹം എന്ന് പറയല്ലോ. ആ കൗലുന അപ്പോൾ നമ്മുടെ കൗലുണ്ടല്ലോ അൽ മഫ്ഊലത്തു അലാ ജിഹത്തിൽ ഇഹ്സാനി ഗുണം ചെയ്യുക എന്ന ഭാഗത്തിൻ്റെ മേൽ പ്രവർത്തിക്കപ്പെട്ട നന്മ എന്നല്ല പറഞ്ഞത്. അപ്പോൾ അത് ഇഹ്സാനിൻ്റെ ജിഹത്തിൻ്റെ മേൽ പ്രവർത്തിക്കപ്പെടുന്നെന്ന് പറഞ്ഞു. ആ കൗലുണ്ടല്ലോ അത് ലഅന്നഹു കാരണം അതെന്താ ലൗകാന നഫൻ അത് ഉപകാരമാണ്, നഫ ഹക്കായ ഉപകാരമാണെങ്കിൽ കസദൽ ഫായിലു ബിഹി അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾ ഉദ്ദേശിച്ചത് നഫ നഫ്സിഹി അവൻ്റെ ശരീരത്തിൻ്റെ ഉപകാരമാണ് അവനതുകൊണ്ട് ഉദ്ദേശിച്ചെങ്കിൽ, അല്ലാതെ ലാ നഫൽ മഫൂൽ ബിഹി മഫൂൽ ബിഹിൻ്റെ ഉപകാരമല്ല, പ്രവർത്തിക്കപ്പെട്ടവൻ്റെ ഉപകാരമല്ല. അവൻ്റെ സ്വയം ഉപകാരമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലായക്കൂർ നിഅമത്തൻ അത് അനുഗ്രഹമാകുകയില്ല. വദാലിക്കത് കമൻ അഹ്സന ഇലാ ജാരിയത്തിഹി അവൻ്റെ അടിമ സ്ത്രീയിലേക്ക് നന്മ ചെയ്യുന്നവനെ പോലെയാണ് ലി അർബഹ അലൈഹ അവളുടെ മേൽ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താവൂല നിഅമത്താകൂല എന്ന്. അപ്പോൾ ഇതാറഫ്ത നീ അറിഞ്ഞാൽ മഫൂലത്ത് തന്നെയല്ലേ പറഞ്ഞത്. മുസ്തഖുൻ നിഅമത്ത് മഫൂലത്തു അലാ ജിഹത്തിൽ ഇഹ്സാൻ. അപ്പോൾ മറ്റൊരാളിലേക്ക് ഗുണം ചെയ്യുക എന്ന ഭാഗത്തിൻ്റെ മേൽ പ്രവർത്തിക്കപ്പെടുന്ന നന്മ. അപ്പോൾ സ്വന്തം നഫ്സിൻ്റെ ഉപകാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിയമത്താകൂല എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇതാറഫ്ത ഹദ്ദ നിയമത്തി നിയമത്ത് ഹദ്ദി നിയമത്തിൻ്റെ ഹദ്ദിനെ നീ അറിഞ്ഞാൽ നിയമത്തിൻ്റെ നിർവചനം നീ അറിഞ്ഞാൽ ഫൽ യതഫറഉ അലൈഹി അതിൻ്റെ മേൽ ഫറായിട്ട് വരും, അതിൻ്റെ മേൽ പിരിഞ്ഞു വരും ഫുറുവൻ ചില പിരിച്ചിലുകൾ ചില ഫറവുകൾ. അൽ ഫറഉൽ അവ്വൽ ഒന്നാമത്തെ ഫറ എന്താ ഇലം നീ അറിയണം അന്ന കുല്ലമാ യസിലു ഇലൽ ഖൽഖി സൃഷ്ടികളിലേക്ക് എത്തുന്ന എല്ലാ കാര്യങ്ങളും മിനൻ നഫി ഉപകാരത്തിനാലും വദഫിൽ ളററി ഉപദ്രവത്തെ തടയലിനാലും ഉപദ്രവത്തെ തടയുക ഉപകാരമുണ്ടാവുക എന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളിലേക്ക് ചേരുന്ന എല്ലാ കാര്യവും ഫഹ്വ മിനല്ലാഹി തആല അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അലമാ ഖാല തആല പറഞ്ഞല്ലോ വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ് നിങ്ങളിലുള്ള ഏത് അനുഗ്രഹവും അല്ലാഹുവിൽ നിന്നാണ്. അത് നീ അറിയണം. പിന്നെ സുമ്മ ഇന്ന നിഅമത്ത് അലാ സലാസത്തി അഖ്സാം പിന്നെ നിഅമത്ത് തന്നെ 3 ഇനമുണ്ട്. അഹദു ഒന്നാമത്തെ നിഅമത്തൻ തഫറദല്ലാഹു ബീജാദിഹ അള്ളാഹു അത് ഉണ്ടാക്കൽ കൊണ്ട് അള്ളാഹ് തനിച്ച നിയമത്ത്. ഏതുപോലെ ഖലഖ വ റസഖ അവൻ മനുഷ്യനെ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം നൽകുക എന്നുള്ളത് അതൊക്കെ എന്താണ് ഒന്നാമത്തെ അനുഗ്രഹം, ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. സാനിയ രണ്ടാമത്തെ നിഅമത്തൻ ഒരു അനുഗ്രഹം വസലത്ത് അത് ചേർന്നിട്ടുണ്ട് മിൻ ജിഹത്തി ഒയിൽ അള്ളാഹ് അല്ലാത്തതിൻ്റെ ഭാഗത്തിലൂടെ ഫി ലാഹിൽ അംറി നമ്മ ലാഹ് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അള്ളാഹ് അല്ലാത്തവരിൽ നിന്നാണ് അത് ചേർന്നത്. വഫിൽ ഹക്കീക്കത്തി യഥാർത്ഥത്തിൽ വഹി ആയതന്നെ അത് വീണ്ടും ഇന്നമാ വസലത്ത് മിനല്ലാഹ് അത് അള്ളാഹുവിൽ നിന്നാണ് അത് ചേർന്നത്. വദാലിക്കതിൽ അന്നഹു തആല അള്ളാഹു ആണ് ഹുൽ ഖാലിഖുലി തിൽക്കൽ നിഅമത്തി അത് അള്ളാഹു ആണ്, ആ നിയമത്തിനെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആണല്ലോ. വൽ ഖാലിഖുലി ദാലിക്കൽ മുൻഇമി അനുഗ്രഹം ചെയ്തവനെ പഠിച്ചത് അള്ളാഹ് തന്നെയല്ലേ. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അനുഗ്രഹം ചെയ്ത ആളാണ് നമുക്ക് നിയമത്ത് ചെയ്തത്, പക്ഷേ ആ അനുഗ്രഹം ചെയ്തവനെയും ആ അനുഗ്രഹത്തെയൊക്കെ പഠിച്ചത് അള്ളയല്ലേ. വൽ ഖാലിഖുലി ദാഇയ അതുപോലെ തന്നെ വൽ ഖാലിഖുലി ദാഇയത്തിൽ ഇൻആമി ബിതിൽക നിഅമതി ഫി ദാലിക ഫി ഖൽബി ദാലികൽ മുൻഇമി അനുഗ്രഹം ചെയ്തവൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹം ആ അനുഗ്രഹത്തെ പടച്ച ആ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം ചെയ്യാനുള്ള പ്രേരണയും പടച്ചത് അള്ളാഹു ആണല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത് അനുഗ്രഹത്തെ പടച്ചവൻ, ആ അനുഗ്രഹം ചെയ്യുന്നവനെ പടച്ചവൻ, ആ അനുഗ്രഹം ചെയ്യാനുള്ള പ്രേരണയെ അനുഗ്രഹം ചെയ്യുന്നവന് ആ അനുഗ്രഹം ചെയ്യാനുള്ള പ്രേരണയെ പഠിച്ചതല്ല അള്ളാഹു ആണ്. ഇല്ലാന്നഹു താല എങ്കിലും അള്ളാഹു ലമ്മ അജറ തിൽക്കൽ നിയമത്ത ആ അനുഗ്രഹത്തെ നടത്തിയത് അലാ യദി ദാലിക്കൽ അബദി ആ അടിമയുടെ കൈമുഖേനയാണ്.
അപ്പോൾ കാരണതാലിക്കൽ അബുദു, അപ്പോൾ ആ അടിമയായി മഷ്കൂറൻ അവനും നന്ദി ചെയ്യപ്പെട്ടവനായി അവനും നന്ദി കിട്ടും. വലാകിന്നൽ മഷ്കൂറ ഫിൽ ഹക്കീകത്തി, ശരിക്കും യഥാർത്ഥത്തിൽ ശുക്ർ ചെയ്യപ്പെടേണ്ട ആളു അള്ളാഹു താല, അള്ളാഹു തന്നെയാണല്ലോ, അള്ളാഹു ആണ് യഥാർത്ഥ ശുക്രിന് ഉടമസ്ഥനായ അള്ളാഹു ആണ്. വലിഹാദ ഇക്കാരണത്തിന് വേണ്ടിയാണ് കാലല്ല പറഞ്ഞു അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുക, വലിവാലിദൈക്ക നിൻ്റെ മാതാപിതാക്കൾക്കും, ഇലയ്യൽ മസ്ൽ എന്നിലേക്കാണ് മടക്കം. ലുക്കുമാൻ 14 പറഞ്ഞു. അപ്പോൾ ബദ അബി നഫ്സിഹി, അല്ല അപ്പോൾ തുടങ്ങി അവൻ്റെ ശരീരം കൊണ്ടാണ് അല്ല തുടങ്ങിയത്. ഉഷ്കുർലി എനിക്ക് നന്ദി ചെയ്യാൻ, അത് തമ്പീഹൻ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അല അനാമിൽ ഖൽക്കി, സൃഷ്ടികളുടെ അനുഗ്രഹം ചെയ്യലൊക്കെ ലായത്തിമു, അതൊന്നും പൂർത്തിയാകൂല, ഇല്ലാബി ഇനാമില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചെയ്യൽ കൊണ്ടല്ലാതെ പൂർത്തിയാവുകയില്ല. ഇനി വാ സാലിസ്, മൂന്നാമത്തേത് അനുഗ്രഹം 3 എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ അനുഗ്രഹം, ഒന്നാമത്തെ അനുഗ്രഹം അള്ളാഹു തനിച്ച് അത് ഉണ്ടാക്കും. മറ്റൊന്ന് സൃഷ്ടികളുടെ ഭാഗത്തിലൂടെ ചേർന്ന് വരുന്ന അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം നിയാമൻ, ഒരു അനുഗ്രഹമാണ്. നിയാമൻ അനുഗ്രഹങ്ങളാണ്. വസലത്തുവിൻ അള്ളാഹിലൈന, അള്ളാഹുൽ നമ്മിലേക്ക് ചേർന്ന അനുഗ്രഹം. ബിസബബി ത്വാഅത്തിന, നമ്മുടെ ആരാധനയുടെ കാരണം. വഹി, അത് വീണ്ടും അല്ലമീൻ അള്ളാഹി താല, അതും അള്ളാഹുൽ നിന്നുള്ളതാണ്. കാരണം എന്നഹു ലൗലാ അന്നല്ലാഹു സുബ്ഹാനഹു തആല, അള്ളാഹു താല വഫഖന അലി ത്വാഅത്തി, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ അവൻ തൗഫീഖ് ചെയ്തില്ലായിരുന്നെങ്കിൽ, വഅനന അലിഹ, നമ്മളെ അതിൻ്റെ മേൽ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, വഹദാന ഇലൈഹ, അതിലേക്ക് നമ്മൾക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ, വസഹൽ അദാറ അന്ന, നമ്മളെ തൊട്ടുള്ള ഉസുറുകൾ തടസ്സങ്ങളൊക്കെ നീക്കിയില്ലായിരുന്നെങ്കിൽ, വൈല്ല ലമ വസൽന, നമ്മൾ ഇലാ ഷൈഇൻ മിൻഹ, അതിൽ നിന്നൊന്നിലേക്ക് നമ്മൾ ചേരുമായിരുന്നില്ല. ലമാ വസൽ ഇല്ല എന്നെന്തിനാ, വൈല്ല അങ്ങനെയല്ലെങ്കിൽ, ലമാ വസൽന അങ്ങനെയല്ല ചെയ്തില്ലായിരുന്നെങ്കിൽ, ലമാ വസൽന നമ്മൾ ചേരുമായിരുന്നില്ല, ഇലാ ഷൈഇൻ മിൻഹ അതിൽപ്പെട്ടൊരു ഷൈയിലേക്കും നമ്മൾ എത്തുമായിരുന്നില്ല. ഫളഹറ ബിഹാദ തഖ്ദീർ, അപ്പോൾ ഈ സങ്കല്പനം കൊണ്ട് വെളിവായി അന്ന ജമീഅൻ നിഅമി ഫിൽ ഹഖീഖത്തി മിനല്ലാഹി തആല, യഥാർത്ഥത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇനി അൽ ഫറഉ സാനി, നമ്മൾ ഒരു ഫറു പറഞ്ഞെന്താ, ഫറവുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞല്ലേ. അൽ ഫസു സാമിനു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫായിദത്തുൽ ഊല പറഞ്ഞു. അനിയമത്തിൻ്റെ താരീഫിൽ നമ്മൾ പറഞ്ഞാൽ പല ഫറകളുണ്ടെന്ന് പറഞ്ഞു. അൽ ഫറഉൽ അവ്വൽ പറഞ്ഞിട്ടാണ് അവിടെ പറഞ്ഞത്. പിന്നെ നിയമത്ത് 3 ഇനമാക്കി. പിന്നെ ഇനി രണ്ടാമത്തെ ഫറ അൽ ഫറഉ സാനി, രണ്ടാമത്തെ പറഞ്ഞു അന്ന അവ്വല നിഅമില്ല, അള്ളാഹിൻ്റെ ആദ്യത്തെ അനുഗ്രഹം. അൽ അബീദി, അടിമകൾക്കുള്ള ആദ്യത്തെ അനുഗ്രഹം എന്താണ്, അൻ ഖലഖഹും അഹ്യാ, അവരെ അല്ലാഹു തആല ജീവനുള്ളതായിട്ട് സൃഷ്ടിക്കലാണല്ലോ. വയദുല്ലു അലൈഹിൽ അഖലു അന്നഖലു, അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് അക്കലും ബുദ്ധിയും. അതുപോലെ തന്നെ ഖുർആനും ഹദീസും ഒക്കെ അതിൻ്റെ മേൽ അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റവും ആദ്യത്തേത് സൃഷ്ടിപ്പാണ്, ജീവൻ നൽകുക എന്നുള്ളതാണ്. അമ്മൽ അഖലു, അപ്പോൾ ബുദ്ധിപരമായ തെളിവ് എന്തായാലും ഫഹുവത് എൻ്റെ ലായക്കൂടി നിഅമത്തൻ, ഒരു വസ്തു അത് അനുഗ്രഹമാകൂല ഇല്ല ഇതാക്കാല ഇന്തിഫാ ബിഹി, അതുകൊണ്ടുള്ള ഉപകാരം സൗകര്യമാകുന്ന സ്ഥിതിയിലല്ലാതെ അത് അനുഗ്രഹമാകൂല. അപ്പോൾ ഒരു കാര്യം അനുഗ്രഹമാകണമെങ്കിൽ അതുകൊണ്ട് ഉപകരിക്കണമല്ലോ. വലായുക്കുനിൽ ഇന്തിഫാ ബിഹി, അതുകൊണ്ട് ഉപകാരം സൗകര്യമാകൂല ഇല്ല ഇന്ത ഹുസുൽ ഹയാത്തി, ജീവനുണ്ടാകുന്ന സമയത്തല്ലേ ഉപകാരം എടുക്കൽ സൗകര്യമാകാം. അപ്പോൾ ഫൈനൽ ജമാഅ, കാരണം ജീവനില്ലാത്ത വസ്തുക്കളും വൽ മയ്യിത്ത, മരിച്ച വസ്തുക്കളും ലായിംക്കിന് അവർക്ക് സൗകര്യമാകൂലല്ലോ. എന്തഫിയബിഷൈൻ, ഒരു വസ്തു കൊണ്ട് ഉപകരിക്കാൻ അവർക്ക് സൗകര്യമാകൂല. അപ്പോൾ ഫസബത്ത, സ്ഥിരപ്പെട്ടു അന്ന അസുല ജമീ അന്യാമി, എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ഹുൽ ഹയാത്ത്, അത് ജീവനാണ്. വാമ്മൻ നെഖ്ലു, അപ്പോൾ നെഖ്ലാകുന്നത്, അപ്പോൾ നമ്മൾ ബുദ്ധി പറഞ്ഞു. ഇനി ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ എന്താ, വഹുവത് അന്നഹു തആല, അല്ലാഹു പറഞ്ഞു, അല്ലാഹു പറഞ്ഞല്ലോ, കൈഫ തക്ഫുറൂന ബില്ലാഹി, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹിനെ നിഷേധിക്കുക, വകുന്തും അംവാത, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു, ഫഹയ്യാക്കും, നാം നിങ്ങളെ ജീവിപ്പിച്ചു. സുമകാലത്താല അഖിബ, പിന്നെ അതിൻ്റെ ഉടനെ അള്ളാഹു പറയാണ്, വഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതിനെ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനാണ് അള്ളാഹു. അപ്പോൾ ബദഅ ബിദിക്രിൽ ഹയാത്തി, അള്ളാഹു ഹയാത്ത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്.
അല്ലേ? നിങ്ങൾ അമ്പാത്തം ഫഹിയാക്കും, നിങ്ങളെ ജീവിപ്പിച്ചു എന്നല്ലേ പറഞ്ഞത്. വസന്ന രണ്ടാമത് പറഞ്ഞത് ദിക്രിൽ അഷിയ ഇല്ലത്തി യുൻതഫൗ ബിഹ, ആ അതുകൊണ്ട് ഉപകരിക്കപ്പെടുന്ന വസ്തുക്കൾ പറഞ്ഞു. കണ്ട, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു, ഭൂമിയിലുള്ളതിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. വദാലിക, അപ്പോൾ രണ്ടാമതാണ് ഉപകരിക്കപ്പെടുന്ന വസ്തുക്കളെ പറ്റി പറഞ്ഞത്. അപ്പോൾ അതറിയിക്കും, യദുലത് അറിയിക്കും അല അന്ന അസ്ല ജമീൽ നിയാം, എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാന ഹുൽ ഹയാത്തത് ജീവനാണ്. ഇനി അൽ ഫറ ഉസാലിസു, മൂന്നാമത്തെ ഫറ എന്താണ്? അതായത് നിയമത്തിൻ്റെ തരീഫ് പറഞ്ഞതിൽ നിന്നും ഒരുപാട് ഫറയുണ്ട്. അതിൽ മൂന്നാമത്തേത് ഇഖ്തലഫോൽ എതിരായിട്ടുണ്ട്. ഫി അന്നഹു, ഏത് വിഷയത്തിലാണ്? ഫി അന്നഹു, തീർച്ചയായും ഹല്ലില്ലാഹി തആല നിഅമത്തുൻ അലൽ കാഫിരി അംലാ, അള്ളാഹു അവിശ്വാസിയുടെ മേൽ അള്ളാഹു അനുഗ്രഹമുണ്ടോ, അള്ളാഹുവിന് അനുഗ്രഹമുണ്ടോ, അല്ല അനുഗ്രഹമില്ലയോ എന്ന് ഉള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ ഇഖ്തിലാഫായി. ഫഖാല ബാദു അസ്ഹാബിന, നമ്മുടെ അസ്ഹാബിൽ ചിലർ പറഞ്ഞു, ലൈസ ലില്ലാഹി തആല അലൽ കാഫിരി നിഅമ, അനുഗ്രഹം കാഫിറിൻ്റെ മേൽ അള്ളാഹു താലക്ക് അനുഗ്രഹം ചെയ്യലില്ല, നിഅമത്തില്ല. വഖാലത്തിൽ മുഅ്തസിലത്ത് പറഞ്ഞു, ലില്ലാഹി അലൽ കാഫിരി നിഅമത്തുൻ ദീനിയത്തുൻ വ നിഅമത്തുൻ ദുനിയവിയ്യ. മുഅ്തസിലികൾ പറഞ്ഞത് അള്ളാഹുവിനുണ്ട് കാഫിറിൻ്റെ മേൽ അനുഗ്രഹമുണ്ട്, നിഅമത്തുൻ ദീനിയായ അനുഗ്രഹമുണ്ട്, ദുന്യവിയായ അനുഗ്രഹമുണ്ട്. മതപരവും അതുപോലെ തന്നെ ഭൗതികവുമായ അനുഗ്രഹമുണ്ട്. വഹ്തജസ് അൽ അസാബു, അതിന് അസ്ഹാബ് തെളിവന്ത അലാസിഹത്തിക, അവരുടെ കൗല് സഹിയാണ് എന്നതിന് അവരുടെ തെളിവന്ത ബിൽ ഖുർആൻ കൊണ്ട് വൽ മഅഖൂല്, ബുദ്ധിപരമായത് കൊണ്ടിട്ടാണ് അവരുടെ തെളിവ്. ഏതുപോലെ അമ്മൽ ഖുർആൻ, ആയാത്തും പല ആയത്തുകൾ, ഇഹ്ദ അതിൽപ്പെട്ട ഒരായത്താണ് കൗലു തആല, അല്ലാഹുവിൻ്റെ കൗല്, സിറാത്തല്ലദീന അൻഅംത, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്നല്ലേ പറഞ്ഞത്. വദാലിക ലിഅന്നഹു ലൗ കാന ലില്ലാഹി അലൽ കാഫിരി നിഅമത്തുൻ, അള്ളാഹുവിന് കാഫിറിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കാനു, അവരും ദാഖിലീന, അവർ കടക്കുമല്ലോ, തഹ്ത ഖൗലി തആല അൻഅംത അലൈഹിം എന്ന അള്ളാഹിൻ്റെ കൗലിൻ്റെ ചോട്ടിൽ അവരും കടക്കുമല്ലോ. വലൗ കാന ദാലിക ലകാന ഖൗലുഹു, അങ്ങനെ ആയിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ കൗല് ആകും, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന അള്ളാഹിൻ്റെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ത്വലബൻ ലി സിറാത്തിൽ കുഫാരി, കുഫാറുകളുടെ മാർഗത്തെ തേടലാകുമല്ലോ. അപ്പോൾ അത് ആലിക ബാത്തിൽ, അത് ബാത്തിലല്ലേ. അള്ളാഹു ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിലേക്ക് ചേർക്കണം, അതായത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, അപ്പോൾ അതിൽ കുഫാറുകളും പെട്ടല്ലോ, അപ്പോൾ കുഫാറുകളുടെ മാർഗം തേടലായില്ലേ. അത് ആലിക ബാത്തിലൊന്നും, അത് ബാത്തിലാണല്ലോ. അപ്പോൾ ഫസബത്ത ബിഹാദിൽ ആയത്തി, അപ്പോൾ ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു, അന്നഹു ലൈസ ലില്ലാഹി നിഅമത്തുൻ അലൽ കുഫാർ, അള്ളാഹു താലാക്ക് കുഫാറുകളുടെ മേൽ അനുഗ്രഹമില്ല എന്ന് സ്ഥിരപ്പെട്ടല്ലോ. ഫൈൻകാലം, ഇനി അവർ പറയുകയാണെങ്കിൽ ഇന്ന കൗലു വസിറാത്ത എന്നുള്ള കൗലുണ്ടല്ലോ, ഏത് ഫൗദാലിക്ക്, അതിനെ തട്ടിക്കളയും, കാൽകൊൽന എന്ന് പറഞ്ഞാൽ. വൈൻകാലം അവർ പറയും ഇന്ന കൗലു അസിറാത്ത, സിറാത്ത് സിറാത്തുൽ മുസ്തഖീം, അവിടെ അസിറാത്ത് എന്നുള്ള കൗലി ഏത് ഫൗദാലിക്ക്, ഇതിനെ തട്ടിക്കളയും. കൊല്ലം നാം പറയും ഇന്ന കൗലു സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് ബദലമിൻ കൗലിഹി എന്നല്ലേ, അള്ളാഹിൻ്റെ കൗലിൽ നിന്നുള്ള ബദലല്ലേ. സിറാത്തുൽ മുസ്തഖീം എന്ന കൗലിൽ നിന്ന് ബദലാണത്. അപ്പോൾ ഫകാന തഖ്ദീറു, അപ്പോൾ സങ്കല്പനം ഇഹ്ദിന സിറാത്തല്ലദീന, ഇഹ്ദിന സിറാത്തല്ലദീന, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമെന്നാണ്. വഹീന, ഇതിന് അന്നേരം യഊദുൽ മഹദൂറുൽ മദ്കൂർ, ആ പറയപ്പെട്ട പേടിക്കപ്പെടുന്നത് മടങ്ങി വരുന്നുണ്ട്. ഇനി വൽ ആയത്തു സാനിയ, രണ്ടാമത്തെ ആയത്ത് എന്താ? കുഫാറുകൾക്ക് നിയമത്ത് അള്ളാഹിൻ്റെ മേൽ നിയമത്തില്ല എന്നതിന് രണ്ടാമത്തെ തെളിവ് കൗലു തആല, അള്ളാഹിൻ്റെ കൗലാണ്, വലാ തഹ്സബന്നല്ലദീന കഫറു, കാഫിരിങ്ങൾ ഭാവിക്കേണ്ട, അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, അവർക്ക് നാം താമസം ചെയ്യുന്നത് അവർക്കത് ഖൈറാണെന്ന് വിചാരിക്കേണ്ട, ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഈസ്മാ, നാം അവർക്ക് താമസം ചെയ്യുന്നത് അവർക്ക് ഈ കുറ്റം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മൽ മാഖൂലു, അപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് ഫഹുവ അന്ന നിഅമദ് ദുനിയാ, ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ഫി മുഖാബലത്തി അസാബിൽ ആഖിറ, ആഖിറത്തിലെ ശിക്ഷയുടെ എതിരില്ല, നേരിടുമ്പോൾ അലദ്ദവാമ, നിത്യമായ ശിക്ഷ ആഖിറത്തിലെ, അത് ഖലീലത്തുൻ, അപ്പോൾ ദുനിയാവിലെ അനുഗ്രഹം കുറവാണ്. ഏതുപോലെ കൽ ഖത്റത്തി ഫിൽ ബഹരി, കടലിലുള്ള ഒരു തുള്ളി പോലെയാണ്, കടലിലുള്ള ഒരു തുള്ളി വെള്ളം പോലെ കുറഞ്ഞതാണ്. വമിസ്ലു ഹാദാ, അപ്പോൾ ഇതുപോലത്തെ ലായക്കോനു നിഅമത്തൻ, അത് അനുഗ്രഹമാവുകയില്ലല്ലോ. അപ്പോൾ അത് അനുഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, കാരണം
അവർക്ക് ദുനിയാവിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ആഖിറത്തിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയുടെ നേരിൽ നോക്കുമ്പോൾ അത് കടലിലുള്ള ഖത്രത്ത് നുരയേക്കാൾ, അല്ലെങ്കിൽ ഖത്രത്ത് വെച്ചാൽ ഖത്രത്ത് നുരയാകാം, അല്ലെങ്കിൽ മഴ തുള്ളി അതിനേക്കാളൊക്കെ ചുരുങ്ങിയതാണ്. അപ്പോൾ അതുപോലത്തതിനെ പറ്റി അനുഗ്രഹം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബിദലീലി അന്ന മഞ്ചാല സുമ്മ ഫിൽ ഹൽവായി, അതിന് തെളിവെന്താണ്? ബിദലീലി അന്ന മഞ്ചാല സുമ്മ, വിഷം ചേർത്ത് ഫിൽ ഹൽവായി, മധുരത്തിൽ വിഷം ചേർത്തവൻ, ലം യഉദ് നഫഉൽ ഹാസിലു മിൻഹു, അപ്പോൾ എണ്ണപ്പെടുകയില്ല അതിൽ നിന്ന് ഉണ്ടായ ആ അനുഗ്രഹം, ഉപകാരത്തെ, നിഅമത്തായിട്ട് എണ്ണപ്പെടുകയില്ല. കാരണം അജിൽ അന്നദാലിക നഫ, കാരണം ആ ഉപകാരം ഹഖീറൻ, അത് അല്പമാണല്ലോ, അത് കുറഞ്ഞതാണ്. ഫി മുഖാമലത്തി ദാലിക ദറൽ കസീരി, ആ അധികരിച്ച പ്രയാസത്തിൻ്റെ മുഖാബലിൽ എതിരിലായിട്ട് അത് ചുരുങ്ങിയതാണ്. അപ്പോൾ കഥാ ഹാവുന, അപ്രകാരം തന്നെയാണ് ഇവിടെ. ഇനി വാമല്ലദിന ഖാലുലില്ലാഹിൽ കാഫിരി നിഅമൻ കസീറ ഫഖദ് ഇഹ്തജ്ജു ബി ആയാത്തിൻ, അത് നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അതായത് കാഫിറിൻ്റെ മേൽ അള്ളാഹുവിന് അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അവർ ചില ആയത്തുകൾ കൊണ്ട് തെളിവ് പിടിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.